കേൾക്കാം സാർ. ഓക്കെ. വിസിബിൾ അല്ലേ? കാണാം, കേൾക്കാം. ഓക്കെ. അപ്പോൾ എൻ്റെ സ്ക്രീൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് സർക്കിളിലെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ സെഷൻ ഫ്യൂച്ചർ ബിഗിൻസ് വിത്ത് AI എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. ആദ്യമായി ഇങ്ങനെ ഒരു അവസരം നൽകിയ നമ്മുടെ വിംബിൾ അക്കാദമിക്കും അതിൻ്റെ സാരഥികൾക്കും നമ്മുടെ മോർണിംഗ് സർക്കിളിനെ ധീരമായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും നന്ദിയും അറിയിച്ചു കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ അതിരാവിലെ തന്നെ ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും നന്ദിയും അറിയിച്ചു കൊണ്ട് തുടങ്ങട്ടെ. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് AI കുറിച്ചാണ്. അപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം സർ. ഓക്കെ. ചന്ദ്ര മാം, സൗണ്ട് കുറവുണ്ടോ ബാക്കി ആർക്കെങ്കിലും? അൻസാർ സർ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ മാം. ഓക്കെ. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ സെഷൻ AI കുറിച്ചാണ്. AI സാധ്യതകളും AI ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ്, ഒരുപാട് പുതിയ AI ടൂൾസുകൾ വന്നിട്ടുണ്ട്. അത് നമ്മളിൽ പലരും യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അത് നമ്മളെല്ലാവരും തന്നെ അത് യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റിലുമുള്ള ആളുകളെ കൂടി അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക, അവരെ കൂടി നമ്മൾ ഈ ഒരു ടൂൾസ് പരിചയപ്പെടുത്തുക, അത് ഉപയോഗപ്പെടുത്താൻ അവർക്ക് കൂടി സാധിക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റാൻ സാധിക്കുക, അവരെ കൂടി സഹായിക്കുക എന്നുള്ള ഒരു ഉദ്യമത്തോടു കൂടിയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് AI ടൂൾസും അതിൻ്റെ ആപ്ലിക്കേഷൻസും, അത് അതിനെ എങ്ങനെയെല്ലാം അതിൻ്റെ സാധ്യതകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചുമൊക്കെയാണ്. AI ഇനി ഫ്യൂച്ചർ AI ആണല്ലോ അല്ലേ, നമുക്കറിയാം. അപ്പോൾ നമ്മളുടെ എല്ലാം തന്നെ ഇപ്പം നമ്മൾ സൂമിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് അല്ലേ ക്ലാസ് എടുക്കുന്നത്, അതും ഒരു AI ടൂള് തന്നെയാണ്. അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് വാട്സപ്പ് തുറന്നു, നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്തു, നമ്മുടെ മൊബൈൽ ഫോണിലുള്ള പല ആപ്ലിക്കേഷൻസും പലതും AI ബേസ്ഡ് ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫൈസൽ എന്നാണ്. ഫൈസൽ വടകര. വിംബിളിൻ്റെ മോർണിംഗ് സർക്കിളിൽ 5-6 ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ദുബായിലാണുള്ളത്. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിൽ സീനിയർ സൂപ്പർവൈസറായിട്ട് 10 വർഷത്തോളമായി ജോലി ചെയ്യുന്നു. 10 വർഷത്തോളമായി ദുബായിലാണ്. നാട്ടിൽ കോഴിക്കോട് വടകരയിലാണ് സ്ഥലം. ഇത്രയുമാണ് എന്നെക്കുറിച്ചുള്ളത്. അപ്പോൾ ഇവിടെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതേപോലെ ട്രെയിനറായിട്ട് കുറച്ചു കാലമായിട്ട് ആ മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ സെഷനിലേക്ക് കിടക്കാം. ഞാൻ ഒന്ന് എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാണ്.
ഒന്ന് തന്നെ ഹോസ്റ്റ് ആക്കാവോ? കാണാവോ ഷെയർ സ്ക്രീന്? കാണാം സർ. കാണാം. ഓക്കെ. അപ്പോൾ ദ ഫ്യൂച്ചർ ബിഗിൻസ് വിത്ത് AI എന്നാണ് നമ്മുടെ സബ്ജക്റ്റ്. എന്താണ് AI എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആരാണൊന്ന് വളരെ സിമ്പിൾ വേർഡ്സിൽ നമുക്ക് AI എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കുക? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് വളരെ ലളിതമായിട്ട് പറയാം അല്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് എ കമ്പ്യൂട്ടേഴ്സ് എബിലിറ്റി ടു തിങ്ക് ആൻഡ് ആക്ട് ലൈക്ക് ഹ്യൂമൺ. മനുഷ്യനെ പോലെ തിങ്ക് ചെയ്യാനും പ്രവർത്തിക്കാനൊക്കെ കഴിയുന്ന രീതിയിൽ ഉള്ള ഒരു മെഷീൻ, അതാണ് AI. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള AI ടൂളുകൾ നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ലോകത്തിൻ്റെ പോക്ക് തന്നെ, അല്ലെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കുന്നത്, ഇനിയുള്ള കാലഘട്ടത്തെ നിയന്ത്രിക്കുന്നത് AI ആയിരിക്കും. തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും AI വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ AI നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്കെങ്ങനെ നമ്മുടെ പ്രവർത്തന മേഖലയിലും AI ഉപയോഗിക്കാൻ സാധിക്കും, അതുപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊക്കെയുള്ള ഡിസ്കഷനാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ AI ഫോർ എവ്രി വൺ എന്നാണ്. അപ്പോൾ ഏത് രീതിയിലായിക്കോട്ടെ, കുട്ടികൾ, ടീച്ചേഴ്സ്, അതേപോലെ ഏത് മേഖലയിലുള്ള തൊഴിലാളികളാകട്ടെ, ജോലി തേടുന്നവരാകട്ടെ, എല്ലാവർക്കും നമ്മുടെ AI ആപ്ലിക്കേഷൻസ്, AI വേണം. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാവരും അവരവരുടെ മേഖലയിൽ അവരവരുടെ സമയങ്ങൾ ലാഭിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ AI വർക്ക് ചെയ്യുന്നതെന്നും AIയുടെ വിവിധ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ AI ടൂൾസ് ഇല്ലാതെ ഒരു ദിവസം നമുക്കുണ്ടാവില്ല അല്ലേ? എന്തായിക്കോട്ടെ, നമ്മുടെ വോയിസ് അസിസ്റ്റൻസ്, സ്മാർട്ട് ഡിവൈസസ്, അതുപോലെ നമുക്ക് പല രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ മാറിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും തന്നെ ChatGPT, ജെമിനൈ, അങ്ങനെ വിവിധങ്ങളായ ടൂളുകളെ അറിയുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊന്നും അറിയാത്ത ഒരുപാട് പേരും നമ്മുടെ ചുറ്റിലും ഉണ്ടാവും. അപ്പോൾ അവരെ കൂടി ഇത് പരിചയപ്പെടുത്തുക, ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ ജോലി ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ലളിതമാക്കാൻ സാധിക്കും എന്ന് അവർക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. AI ലേൺസ് ഫ്രം ഡാറ്റ ആൻഡ് ഇംപ്രൂവ് ഇറ്റ് സെൽഫ്. അതായത് AI എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ChatGPT, ജെമിനി പോലെയുള്ള AI ആപ്ലിക്കേഷൻ തന്നെ കൺവെർസേഷണൽ AI ആയിട്ടാണ്, ആ ഒരു വിഭാഗത്തിലാണ് ഇത് പെടുക. അതായത് നമ്മളുമായി സംവദിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ ഒരു വലിയ ഡാറ്റയിൽ നിന്നും സെർവറുകളിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ഉത്തരങ്ങൾ തരാൻ കഴിയുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് ഈ ChatGPT, ജെമിനി, ഡീപ് ഫേക്ക് പോലെയുള്ള ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്.
അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് അത് അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഉത്തരങ്ങൾ നൽകുകയാണ്. അതേപോലെ AI ഹെൽപ്സ് ഓട്ടോമാറ്റിക് ഡെയിലി ടാസ്ക്. നമ്മുടെ ഡെയിലി ടാസ്കുകൾ എന്തായിക്കോട്ടെ അത് ഓട്ടോമേഷൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് കൂടുതൽ വളരെ വേഗതയിൽ എങ്ങനെ ചെയ്യാം എന്ന രീതിയിൽ AI നമ്മളെ സഹായിക്കുന്നുണ്ട്. AIക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാം. AI ക്യാൻ അനലൈസ്, അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്, സ്പീക്ക്, ഡിസൈൻ ആൻഡ് ട്രാൻസ്ലേറ്റ് ആൻഡ് അസിസ്റ്റ്. പല രീതിയിൽ AIക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കും. എക്സാമ്പിളായിട്ട് നമ്മുടെ ഫോണിൽ ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ഒരു വാചകം AI അത് ടൈപ്പ് ചെയ്യാതെ തന്നെ വരുന്നുണ്ട് നമ്മുടെ ഫോണിലേക്ക്. അതെങ്ങനെയാണ്? അത് AI മനസ്സിലാക്കുകയാണ് നെക്സ്റ്റ് എന്താണെന്ന്. വെൻ യു ടൈപ്പ് എ മെസ്സേജ് ഇറ്റ് പ്രഡിക്ട്സ് ദ നെക്സ്റ്റ് വേർഡ്. ദാറ്റ്സ് AI. അത് ഒരു AI ആണെന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ AI ഉള്ള പ്രാധാന്യം എന്താണ്? അത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രവർത്തന മേഖലയിലും? അത് നമ്മുടെ സമയവും നമ്മുടെ എഫേർട്ടും ഒരുപാട് ലാഭിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്കത് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി. പല രീതിയിൽ നമുക്ക് നമ്മുടെ പല കാര്യങ്ങളും വളരെ വേഗതയിൽ ഇതുപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ പണ്ടുകാലത്ത് ഒരുപാട് സമയമെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളെല്ലാം തന്നെ ഇന്ന് വളരെ വേഗതയിൽ 1-2 മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന പല രീതിയിലുള്ള ടൂളുകൾ ഇന്ന് അവൈലബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവൈലബിൾ ടു എവറി കോമൺ പേഴ്സൺ. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ഓരോരുത്തർക്കും അത് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും അത് യൂസ് ചെയ്തുകൊണ്ട് നോ കോസ്റ്റ് ആയിക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള ടൂളുകൾ ഇന്ന് അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ എഡ്യൂക്കേഷൻ, ബിസിനസ്, ഹെൽത്ത്, ട്രാവൽ ആൻഡ് ക്രിയേറ്റ് വർക്ക്. പല രീതിയിൽ എല്ലാ മേഖലയിലും അത് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ AI യൂസ് ചെയ്യുന്നവരല്ല അല്ലേ? പല രീതിയിലുള്ള ടൂളുകൾ എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും. ഇതിൽ ChatGPT, ഗൂഗിൾ, ജെമിനി, അങ്ങനെ നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ടൂളുകളുടെ പേരുകൾ ആരെങ്കിലും ഒന്ന് പറയാമോ? എന്തൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന്? ChatGPT ഉണ്ട്, ജെമിനി, മെറ്റ AI. അതെ. ക്യാൻവ വേറെ ആരെങ്കിലും? AI. അതെ, ഇതൊക്കെ നമ്മുടെ Including- ലൈഫിൽ ഓൾറെഡി. അതെ Yes, sir. അതെ. അപ്പോൾ ഈ ടൂളുകളെല്ലാം തന്നെ നമുക്ക് അറിയുന്നവരാണ്. ഇതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള അപ്ലിക്കേഷൻസും നമുക്ക് യൂസസും നമ്മൾ കുറേ പേർക്ക് നമുക്ക് അറിയുന്നവരാണ്. പക്ഷെ നമ്മുടെ ചുറ്റും ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവരെ കൂടി നമുക്ക് ട്രെയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ കൂടി ഹെൽപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ആ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മളിന്ന് കുറേ കാര്യങ്ങൾ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് നമുക്കറിയാം, കുറച്ച് ടൂളിൻ്റെ പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ChatGPT, നമ്മൾ പറഞ്ഞ പോലെ ഗൂഗിൾ ജെമിനി, മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റ്, Canva AI, മൈക്രോസോഫ്റ്റ് ടീംസ്, ഗ്രാമർലി, ഡുലിംഗോ AI, പെർപ്ലക്സിറ്റി AI, അഡോബ് ഫയർഫ്ലൈ. ഇതൊക്കെ ചില ടൂളുകളിൽപ്പെട്ടതാണ്. ഇതുപോലെ ഒരുപാട് ടൂളുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മളുടെ വർക്ക്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ്, നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നമുക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള ടൂളുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾക്ക് എന്തും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. ആകെ നമുക്ക് വേണ്ടത്
അതിനുള്ളൊരു താല്പര്യം, ഇൻട്രസ്റ്റ് വേണം എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും പഠിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഇന്ന് മാർക്കറ്റിൽ പലവിധങ്ങളായിട്ടുള്ള ടൂളുകൾ അവൈലബിൾ ആണ്. സത്യമല്ലേ? നമുക്കൊന്ന് നോക്കാം. ചാറ്റ് ജി പി ടി ജസ്റ്റ് അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയുണ്ടെന്ന്. നമ്മളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ആളുകളാണ്. എന്നിരുന്നാലും നമുക്കൊന്ന് അതിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ചാറ്റ് ജി പി ടി നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഇമെയിലുകൾ തയ്യാറാക്കാം. റൈറ്റ്, സമ്മറൈസ് കണ്ടന്റ്. അതായത് ഒരു വലിയ കണ്ടന്റ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ, ഒരു 10-15 പേജ് ഉള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഒരു സിംഗിൾ ക്ലിക്കിൽ ചാറ്റ് ജി പി ടിക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് സമ്മറൈസ് ചെയ്തുകൊണ്ട് വളരെ മിനിറ്റുകൾക്കുള്ളിൽ അതിൻ്റെ സമ്മറൈസ്ഡ് ആയിട്ടുള്ള രൂപം നമുക്ക് കിട്ടുകയാണ്. നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ്, എന്ത് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിലും ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ മാറ്റർ ഒന്ന് ചാറ്റ് ജി പി ടിയോട് പറയുകയാണെങ്കിൽ അത് വളരെ വേഗത്തിൽ നമുക്ക് ലഭ്യമാക്കി തരികയാണ്. അതായത് ഇമെയിൽ, നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള ഇമെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഏത് രൂപത്തിലും ഏത് ടോണിലും നമുക്ക് അത് ഇമെയിൽ അയക്കാൻ ചാറ്റ് ജി പി ടികൾ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമ്മൾ ആ കണ്ടന്റ് നമ്മുടെ ഭാഷയിൽ. ഇപ്പോൾ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഭാഷയുടെ ഒരു വിലങ്ങുതടി പലപ്പോഴും നമ്മുടെ ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. പലതും ഇംഗ്ലീഷിലായിരിക്കും. ഇപ്പോൾ ചാറ്റ് ജി പി ടിയിൽ നിങ്ങൾ അല്ലെങ്കിൽ ജെമിനിയിൽ എങ്ങനെയാണ് നിങ്ങൾ ചാറ്റ് ചെയ്യാറുള്ളത്? പലരും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാറുള്ളത്? അല്ലെങ്കിൽ ജെമിനി, വിവിധങ്ങളായ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളതിൽ ടെക്സ്റ്റ് കൊടുത്തുകൊണ്ടാണോ അല്ലെങ്കിൽ ഓഡിയോ ആയിട്ടാണോ ചാറ്റ് ജി പി ടി കൈകാര്യം ചെയ്യുന്നത്? ഒന്ന് പറയാമോ എങ്ങനെയൊക്കെ നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട്? രണ്ട് രീതിയിലും ഉണ്ട്. അതെ, രണ്ട് രീതിയിലുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു ഭാഷ ഒരു തടസ്സമായി വരുന്നേ ഇല്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചാറ്റ് ജി പി ടി ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ റൈറ്റ് ബട്ടണിൽ നമ്മുടെ ആ ഒരു മൈക്കിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ജസ്റ്റ് നമ്മുടേതായ ഭാഷയിൽ ഒന്ന് പറയുകയേ വേണ്ടൂ. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. നമ്മുടെ ബയോഡാറ്റകൾ, ക്രിയേറ്റ് റെസ്യൂംസ് ആൻഡ് ജോബ് അപ്ലിക്കേഷൻസ്. അതായത് നമ്മുടെ എന്താണോ നമുക്കൊരു ജോബ് വേക്കൻസി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനാവശ്യമായ രീതിയിൽ നമ്മുടെ ബയോഡാറ്റയെ മാറ്റുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ചാറ്റ് ജി പി ടി ഉപയോഗപ്പെടുത്താം. എങ്ങനെ നമ്മളൊരു റെസ്യൂം അയക്കുകയാണെങ്കിൽ അത് വളരെ വേഗതയിൽ തന്നെ നമുക്ക് അതിനു വേണ്ടിയുള്ള കണ്ടന്റ് തയ്യാറാക്കി അയക്കാം. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോകാം. അതായത് നമുക്ക് പല രീതിയിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, അതിന് എന്താണോ നമ്മുടെ പ്രോബ്ലം എന്നത് ജസ്റ്റ് നമ്മൾ അതിന് കൊടുക്കുകയേ വേണ്ടൂ. അതിനുള്ള ഒരുപാട് സജഷൻസ് അത് തരുന്നതാണ്. പിന്നെ ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, നമുക്കിപ്പോൾ ഒന്നും പേടിക്കാനില്ലല്ലേ. ഏത് ചൈനീസ് ലാംഗ്വേജ് ആയിക്കോട്ടെ, ആര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഈ ചാറ്റ് ജി പി ടി പോലെയുള്ള ടൂളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ, ട്രാൻസ്ലേറ്റർ പോലെയുള്ള ടൂളുകൾ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ വേഗത്തിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ആകെ ആവശ്യമുള്ളത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്, പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള താല്പര്യം. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് കാര്യങ്ങളൊക്കെ വളരെ വേഗതയിൽ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, നമുക്കൊരു ടോപ്പിക്ക് തയ്യാറാക്കാനും നമ്മുടെ ഷെഡ്യൂൾ ചെയ്യാനും വളരെ പല രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള ടൂളുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത് എഫിഷ്യൻറ്റ് കണ്ടന്റ് ക്രിയേഷൻ ഉപയോഗിക്കാം, പ്രോബ്ലം സോൾവിങ്ങിന്, പേഴ്സണലൈസ്ഡ് അസിസ്റ്റൻസിന്. അടുത്തതായി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റ് ഉപയോഗിക്കാറുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലേ. പലരും പല രീതിയിൽ, നമ്മളിൽ പലരും പല ടൂളുകളിലും മാസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള ആളുകൾ കൂടി പങ്കുവെക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ഇന്ന കാര്യങ്ങളൊക്കെ വളരെ വേഗതയിൽ ഈ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാമെന്ന് നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു വലിയ കാര്യമാണ് അല്ലേ. ഈ കോപ്പൈലറ്റ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ?
ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിക്കാറുണ്ട്. ഇത് മൈക്രോസോഫ്റ്റിന്റെ വിവിധങ്ങളായ ടൂളുകൾ, മൈക്രോസോഫ്റ്റ് ടീംസ്, മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സല്, ഇതിലെല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ആഡ് ഓൺ ആയിട്ട് കിട്ടുന്ന, നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒന്നാണ് കോപൈലറ്റ്. അതായത് ഇതിന് മൈക്രോസോഫ്റ്റിന്റെ ഏത് ആപ്ലിക്കേഷനിൽ നമ്മൾ പോയിക്കോട്ടെ, നമുക്ക് അതിനെല്ലാം വളരെ വേഗതയിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഇതിൽ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ കഴിയുന്നുണ്ട് ഒരു കോപൈലറ്റിന്റെ ഐക്കൺ. ഈ കോപൈലറ്റിന്റെ ഐക്കൺ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രസന്റേഷൻ, ഒരു 10-30 പേജുള്ള പ്രസന്റേഷൻ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നത് നമ്മൾ അതിൽ കൊടുത്താൽ മാത്രം മതി. മേക്ക് ഒരു പ്രസന്റേഷൻ അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോഴത്തേക്ക് നമുക്ക് ആ പ്രസന്റേഷൻ കണ്ടന്റ് ഈ കോപൈലറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. വിവിധങ്ങളായിട്ടുള്ള ആപ്ലിക്കേഷൻ കോപൈലറ്റിനുണ്ട്. അതായത് നമ്മൾ ഏത് മൈക്രോസോഫ്റ്റിന്റെ വേർഡ്, പവർ പോയിന്റ്, അതേപോലെ എക്സൽ ഫയലൊക്കെ ഒരുപാട് ഫയലുള്ള, ഒരുപാട് ഡാറ്റയുള്ള എക്സൽ ഫയലൊക്കെ നമുക്ക് കമ്പനി ആവശ്യാർത്ഥം പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതൊക്കെ ജസ്റ്റ് അനലൈസ് ചെയ്യുക, അതിലുള്ള കണ്ടന്റ്. ഉദാഹരണത്തിന് നമ്മൾ ഒരുപാട് എന്താ പറയണ്ട, അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയുള്ള ഷീറ്റുകളാണെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് കോപൈലറ്റിനോട് അനലൈസ് ചെയ്യണം. നമുക്ക് എന്താണ് ആവശ്യമെന്ന് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ലൈഡിലൂടെ, എക്സൽ ഫയലിലൂടെ ഒരുപാട് സമയം ചെലവഴിക്കുന്നതിന് പകരം ഇത് ഒരു ക്ലിക്കിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു ആഡ് ഓൺ ആണ്, സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. ചെറിയൊരു ചാർജ് ഉണ്ട് ഇതിന്. അപ്പോൾ അത് നമുക്ക് ആഡ് ഓൺ സർവീസായി എടുക്കാവുന്നതാണ്. അതായത് കൂടാതെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ PPT ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മളെ ടെക്സ്റ്റ് ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇതിന് പറ്റും. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആപ്ലിക്കേഷൻ ഇത് ഒക്കെ ഉപയോഗിച്ച് വരുമ്പോൾ നമുക്ക് ഇമെയിൽ ഒക്കെ അയക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഔട്ട്ലുക്ക് പോലെയുള്ള ഇമെയിൽ സംവിധാനങ്ങളിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ കണ്ടന്റ് വളരെ നമുക്ക് അറിയാവുന്ന ഭാഷയിലൊന്ന് ടൈപ്പ് ചെയ്യേ വേണ്ടു. അത് നേരത്തെ പറഞ്ഞ പോലെ ChatGPT ഒക്കെ ചെയ്യുന്നത് പോലെ വളരെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഇമെയിലുകൾ നമുക്ക് നമ്മുടെ മാനേജർക്ക് ഒരു ഇമെയിൽ അയക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ നമ്മുടെ കുട്ടിക്ക് സുഖമില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പലിന് വിവിധങ്ങളായിട്ടുള്ള മാറ്റർ നമുക്ക് ഇമെയിൽ അയക്കാനുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്കറിയാവുന്ന ഭാഷയിൽ കോപൈലറ്റിനോടോ നമുക്ക് ChatGPTയോടോ അല്ലെങ്കിൽ ജെമിനിയോടോ ഒക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഓഡിയോ ബട്ടൺ ഒന്ന് ഓൺ ആക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ വളരെ നമുക്കറിയാവുന്ന ഭാഷയിൽ നമുക്കതിനോട് സംസാരിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് പരിചയമില്ലാത്തവർക്ക് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റ് കോപൈലറ്റിലായിക്കോട്ടെ, ChatGPTയിലായിക്കോട്ടെ, ജെമിനിയിലായിക്കോട്ടെ നമുക്ക് വളരെ നമ്മുടെ ആപ്ലിക്കേഷൻ തുറക്കുകയാണെങ്കിൽ, അതെ ഇപ്പോൾ നമ്മൾ കോപൈലറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ. ഇതിലും നമുക്കൊരു മൈക്ക് ബട്ടൺ ഉണ്ട്. ഇതാ ഈ മൈക്ക് ബട്ടൺ അമർത്തുമ്പോഴത്തേക്ക് ഇല്ല സർ, PPT മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. Feel free to share whatever's next on your mind. Okay. Absolutely, Faisal. Whenever you're set to dive in again, just give me a shout and we'll pick up right where we left off. ഇപ്പോൾ കാണാവൂല? കാണാൻ വയ്യ സർ. കാണാമല്ലേ? ഹലോ, കാണാൻ വയ്യ. ഇപ്പൊ കാണുന്നില്ല. ഞാൻ സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുത്തല്ലോ. ഇപ്പൊ കാണുന്നില്ല? ഇല്ല. എന്താണ് റോപ്പായി? ഇപ്പൊ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ഇല്ല, ഇപ്പൊ ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. എന്റെ വീഡിയോ കാണാൻ പറ്റുന്നില്ല അല്ലേ? കാണാം. ഓക്കെ.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കോ പൈലറ്റ് ആയിക്കോട്ടെ, നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, നമ്മൾ അതെല്ലാമായിട്ടൊന്ന് പരിചയപ്പെടുക. ഈ ടൂൾസ് എല്ലാം തന്നെ നമ്മുടെ മൊബൈലിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ആപ്ലിക്കേഷൻസ് ആണ്. ചാറ്റ് GPT, ജെമിനായി, കോ പൈലറ്റ് പോലെയുള്ളത്. ഇതെല്ലാം തന്നെ യൂസർ ഇന്റർഫേസ് നമുക്ക് കാണാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ മൈക്ക് ബട്ടൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഭാഷയിൽ അപ്പോൾ നമുക്ക് മൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിനോട് കണ്ടന്റ് കൊടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്താവശ്യം ഉണ്ടായിക്കോട്ടെ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ കോപൈലറ്റിനോട് ചോദിക്കുകയാണ്, ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ഗുണദോഷങ്ങൾ എന്ന സംവാദം നടത്താൻ സഹായിക്കുമോ? സംവാദത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യണം? ജസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് കോപൈലറ്റ് എടുക്കുന്നു, ജസ്റ്റ് അതിൻ്റെ മൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, എന്നതിന് ശേഷം നമ്മൾ പറയുന്നു എന്തൊക്കെ വേണം കാര്യങ്ങൾ, എന്താണ് നമ്മുടെ ആവശ്യം. നിമിഷ നേരങ്ങൾ കൊണ്ട് കോപൈലറ്റ് ആയിക്കോട്ടെ, ജെമിനി ആയിക്കോട്ടെ, നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് നമ്മുടെ കയ്യിലെത്തുകയാണ് ഒരു സിംഗിൾ ക്ലിക്കിൽ. ഞാനൊന്നുകൂടി ഷെയർ ചെയ്യാണ്. അതേപോലെ ജെമിനി നേരത്തെ പറഞ്ഞ പോലെ സ്മാർട്ട് സെർച്ച് ആണ്, അതായത് ഇമേജ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മളൊരു ഇമേജ് കൊടുത്തിട്ട് ജെമിനിയോട് ഇത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട്, ജെമിനി എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ടൂളാണ്, അറിയാമല്ലോ. അപ്പോൾ ഗൂഗിളിന് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ അത് മറ്റ് അപ്ലിക്കേഷനേക്കാൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ, നമുക്ക് കൂടുതൽ ഡാറ്റ അതിൽ നിന്ന് കിട്ടും. നമ്മുടെ കുട്ടികളെ ഹോംവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ജെമിനിയിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് അതിൻ്റെ ഉത്തരം കിട്ടുകയാണ്. എന്തെങ്കിലും വിഷയത്തിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ വലിയ വീഡിയോസ്, അതിൻ്റെ വീഡിയോസിൻ്റെ URL ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് ഇതിലെന്താണ് കണ്ടന്റ് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് അതിൻ്റെ കണ്ടന്റ്, നമ്മൾ ആ വീഡിയോ മുഴുവനായും കാണണമെന്നില്ല, അതിൽ കണ്ടന്റ് എന്താണെന്നുള്ളത് നമുക്ക് വളരെ വേഗതയിൽ കിട്ടുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻവ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം, സോഷ്യൽ മീഡിയ പോസ്റ്റ്, ലോഗോ ഡിസൈൻ, AI ഫോട്ടോ എഡിറ്റിംഗ്. എക്സാമ്പിളായിട്ട് ഒരു ക്രിയേറ്റ് പോസ്റ്റർ അബൌട്ട് വാട്ടർ കൺവർസേഷൻ. ഇങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാൻവ. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ടീംസിൽ അതിലും കോപൈലറ്റ് അവൈലബിൾ ആണ്. നമ്മുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് ആ മീറ്റിങ്ങിൻ്റെ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് വളരെ സമ്മറൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് ടീംസിൽ നമ്മളിപ്പോൾ ഈ ഒരു AI കുറിച്ച് കണ്ടന്റ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും ഇത് ക്ലാസ് മുഴുവനായും കേൾക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സമ്മറി മൈക്രോസോഫ്റ്റ് ടീംസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ സമ്മറൈസ് ദിസ് മീറ്റിംഗ് ആൻഡ് ഹൈലൈറ്റ് ആക്ഷൻ ഐറ്റംസ്. ഇതിപ്പോൾ എന്നെക്കുറിച്ച് മാത്രം പറഞ്ഞ വേർഡുകൾ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് അതിൽ എൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് വരെ എനിക്ക് വളരെ വേഗത്തിൽ മൈക്രോസോഫ്റ്റ് ടീംസ് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. കൂടാതെ അതിന് ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഓപ്ഷൻസ്, നമുക്ക് എന്താണോ ആവശ്യം, നമുക്ക് എന്താണോ നമ്മുടെ വർക്കുകൾ എളുപ്പമാക്കുന്ന എന്തെല്ലാം ഉണ്ടെന്ന് നമ്മളിതൊക്കെ ചെയ്യാണ്. നമ്മൾ ജെമിനിയോടോ കോപൈലറ്റിനോടോ ഏത് കൺവെർസേഷണൽ ആയിട്ടുള്ള AI ടൂളുണ്ടോ ഇതിനോടെല്ലാം തന്നെ നമുക്ക് ഓഡിയോ ഓൺ ചെയ്തുകൊണ്ട് ആ ജെമിനി ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതാണ് എൻ്റെ ലക്ഷ്യങ്ങൾ, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഒരു ദിവസം പ്ലാൻ ചെയ്യണമെന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ കൃത്യമായി അത് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വരെ നിർദ്ദേശിക്കാൻ AI ടൂളുകൾക്ക് വളരെ വ്യക്തമായി കഴിയും. നമ്മളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. നമ്മളൊരു യാത്രയിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ സ്മാർട്ട് ഫോണുകളിൽ ഗൂഗിൾ അസിസ്റ്റന്റ് പലതിലും ഉണ്ടാവും അല്ലേ. ഹേയ് ഗൂഗിൾ എന്ന് വിളിക്കേണ്ട താമസം, അല്ലെങ്കിൽ ഹേയ് സിരി എന്ന് വിളിക്കേണ്ട താമസം എന്താണ്, നമ്മുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഓണാവുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ തന്നെ ഇതിൻ്റെ ലൈവ് ചാറ്റിനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട താമസം നമുക്ക്
ഞാൻ പലപ്പോഴും ചെയ്യുന്നതാണ്. പലപ്പോഴും ഞാൻ യാത്രയിലായിരിക്കുമ്പോൾ ഞാൻ നമ്മളെ ജെമിനി യൂസ് ചെയ്യും, അല്ലെങ്കിൽ കോപ്പൈലറ്റ് യൂസ് ചെയ്യും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഓഡിയോയിൽ ഓണാക്കിയതിന് ശേഷം നമുക്കൊരു റോൾ മോഡലായിട്ട് വരെ ഈ ഒരു ആപ്ലിക്കേഷനെ യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാന്ന് കൂട്ടിക്കോ, അങ്ങനെ നമ്മൾ കോപ്പൈലറ്റിനോട് പറയും, കോപ്പൈലറ്റ് ഒരു ആക്ടേഴ്സ് ഇൻ്റർവ്യൂവർ ആയി ആക്ട് ചെയ്യുക, എന്നിട്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുക. എൻ്റെ ഉത്തരങ്ങൾ തെറ്റായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തിരുത്തി പറഞ്ഞു തരിക, അല്ലെങ്കിൽ എനിക്കൊരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇമ്പ്രൂവ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം എന്ന് പറയാം. അങ്ങനെ നമ്മളോട് ഡാറ്റ കൊടുത്തുകൊണ്ട് അത് അനലൈസ് ചെയ്യാൻ വേണ്ടി പറയാം. വിവിധങ്ങളായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്ത് ഒരുപാട് യൂസസ് ഈ ആപ്ലിക്കേഷൻസിനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇതിലൊക്കെ പലപ്പോഴും നമ്മൾ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളായി നമ്മൾ നേരിടുന്നത്, പലപ്പോഴും ഇതിനൊക്കെ നമുക്ക് നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള കണ്ടന്റുകളായിരിക്കും നമുക്ക് ലഭിക്കേണ്ടാവുക. പക്ഷെ ഇങ്ങനെയുള്ള ടൂളുകളിൽ ജെമിനിയിലും ചാറ്റ് ജിപിടിയിലൊക്കെ നമുക്ക് ആവശ്യമുള്ള ടൂളുകൾ, ആവശ്യമുള്ള കണ്ടന്റ് മാത്രം വരും. പക്ഷെ നമ്മളതിനെ കറക്റ്റായിട്ട് പ്രോംപ്റ്റിംഗ് ചെയ്യണം. ആ പ്രോംപ്റ്റ് കൊടുക്കുന്നതിന് എന്ത് വേണം? അത് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. അത് തെറ്റായ പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അതിന് നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ആ പ്രോംപ്റ്റ് കൊടുക്കാൻ വേണ്ടി വരെ നമുക്ക് എന്തിനുപയോഗിക്കാം? നമുക്ക് ജെമിനിയെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഞാൻ ജെമിനിയോട് പറയുകയാണ്, എൻ്റെ ആവശ്യങ്ങൾ ഇതൊക്കെയാണ്, ഇത് ഏത് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും, ഞാനിത് എൻ്റെ ആവശ്യം സാധിക്കാൻ വേണ്ടി ഏത് രൂപത്തിലാണ് പ്രോംപ്റ്റിംഗ് തയ്യാറാക്കേണ്ടത് എന്ന് ഞാൻ അതിനോട് ചോദിക്കേണ്ട താമസം ജെമിനി എനിക്ക് അതിന് ആവശ്യമുള്ള പ്രോംപ്റ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായി എനിക്ക് തരികയാണ്. അത് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് ലഭ്യമാണ്. അടുത്തത് ഗ്രാമർലി. നമ്മുടെ സമയം ഏതാണ്ട് കഴിഞ്ഞു, എന്നാലും ഞാൻ കുറച്ചുകൂടി എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യേണ്ടവർക്ക് ലീവ് ചെയ്യാം എന്നും ബാക്കിയുള്ള റെക്കോർഡഡ് ആണല്ലോ, സെഷൻ കാണാവുന്നതാണ്. എന്തായാലും ഞാൻ കുറച്ചുകൂടി എടുക്കട്ടെ, എന്താണ് അഭിപ്രായം? ഓക്കെ, കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. പിന്നെ ഒന്നാണ് ഗ്രാമർലി ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ പലപ്പോഴും പല ചാറ്റൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഒരു വിലങ്ങ് തടിയായിട്ട് തോന്നിയിട്ടുണ്ടാവും. എൻ്റെ ഇംഗ്ലീഷ് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ടോ, ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ? ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഗ്രാമർ നമുക്ക് ഇത് ഉപയോഗിക്കാറുണ്ടോ? പലരും ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടാവല്ലോ അല്ലേ? ഇല്ല സർ, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതെ, ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നമുക്ക് ഇത് ഏത് തരത്തിൽ നമ്മൾ മെസ്സേജ് കൊടുക്കണം എന്നൊക്കെ സജഷൻ പോലും തരും. നമ്മളൊരു കാര്യം ജസ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വ്യത്യസ്ത രൂപത്തിൽ അയക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതിനെ ജസ്റ്റ് അതിലൊരു ഇംപ്രൂവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മളൊരു കാര്യം ടൈപ്പ് ചെയ്തിട്ട് ഇംപ്രൂവ് ഇറ്റ് എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫോണിൽ ഉണ്ട്, കാണാം. ഓക്കെ, എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള എൻ്റെ ഫോണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നമ്മളൊരു മാനേജർക്കൊക്കെ അയക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ അയക്കുകയാണെങ്കിൽ നമ്മൾ തെറ്റായ ഗ്രാമറിൽ ഒരു കണ്ടന്റ് അയക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് ഒക്കെ നമ്മൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഒന്ന് പെർപ്ലക്സിറ്റി AI എന്നുള്ള ആപ്ലിക്കേഷനാണ്. അതായത് ഇതും ഒരു AI സെർച്ച് എൻജിൻ തന്നെയാണ്. ഗിവ്സ് ആക്യുറേറ്റ് റെഫറൻസസ്, ഗ്രേറ്റ് ഫോർ റിസർച്ച്. എക്സാമ്പിൾ, എക്സ്പ്ലെയിൻ സൈബർ സെക്യൂരിറ്റി ബേസിക് വിത്ത് സോഴ്സസ്. അതായത് നമ്മൾ മറ്റ് ചാറ്റ് GPT ആയിക്കോട്ടെ, ജെമിനി ആയിക്കോട്ടെ, നമ്മളൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കണ്ടന്റ് കിട്ടും, പക്ഷെ അതിൻ്റെ സോഴ്സ് ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊരു റിസർച്ചിനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു കണ്ടന്റ് നമുക്ക് എവിടുന്ന് കിട്ടി എന്നതും പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് അതിൻ്റെ സോഴ്സ് കൂടി ലഭ്യമാകും. അപ്പോൾ ഇതും നമ്മളൊന്ന് പരിചയപ്പെട്ടിരിക്കുക.
പിന്നെ pictory.ai എന്നുള്ള ആപ്ലിക്കേഷൻ. അതായത് നമ്മളൊരു ബ്ലോഗർ ആണെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബർമാർ ആയിക്കോട്ടെ, നമ്മളൊരു കണ്ടന്റ് നിമിഷ നേരങ്ങൾ കൊണ്ട് വീഡിയോ ആക്കി മാറ്റാൻ കണ്ടന്റ് കൊടുത്താൽ മതിയാവും. എക്സാമ്പിൾ, ടീച്ചേഴ്സ് കൺവേർട്ട് ആർട്ടിക്കിൾ ഇൻ ടു വീഡിയോ ലെസൺ. ഒരു വീഡിയോ ലെസൺ ആക്കി ടീച്ചേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് കണ്ടന്റിനെ മാറ്റാൻ കഴിയും. സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്രിപ്റ്റ് വീഡിയോ ആക്കി മാറ്റാൻ പറ്റും. എംപ്ലോയീസിനായിക്കോട്ടെ, അതൊരു പ്രോഡക്റ്റ് എക്സ്പ്ലനേഴ്സ്, ഒരു പ്രോഡക്റ്റിനെ പറ്റി വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്ലിയർ ടെക്സ്റ്റ് കൊടുക്കുകയും, ഇതൊക്കെ നമ്മൾ ഈ വിവിധങ്ങളായ ടൂൾ ഉണ്ടെങ്കിലും ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുമ്പോഴാണ്, ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിൽ കൂടുതൽ മാസ്റ്റർ ആവുന്നത്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ടൂളുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ജെമിനി പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം. ജസ്റ്റ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന ജെമിനി, എൻ്റെ ആവശ്യങ്ങൾ ഇന്നതൊക്കെയാണ്, ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് ജസ്റ്റ് നമ്മൾ ജെമിനിയോട് ചോദിക്കേണ്ട താമസം നമുക്ക് ടോപ്പ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ലഭിക്കുകയാണ്. അതിനെങ്ങനെ പ്രോംപ്റ്റ് ചെയ്യണം, എങ്ങനെ അത് ഉപയോഗിക്കണം, അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ വളരെ കൃത്യമായി നമുക്ക് ലഭിക്കും. പിന്നെ ഡ്യൂലിംഗോ AI, അതായത് അതും ലാംഗ്വേജസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അത് പ്രാക്ടീസ് സ്പീക്കിംഗ്, പേഴ്സണലൈസ്ഡ് ലെസൺ, എക്സാമ്പിൾ പ്രാക്ടീസ് ഇംഗ്ലീഷ് കൺവെർസേഷനൊക്കെ വളരെ വളരെ നല്ല രീതിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ആപ്ലിക്കേഷൻസ് ആണ് ഡ്യൂലിംഗോ AI. അതേപോലെ അഡോബ് ഫയർഫ്ലൈ, ഇതിൽ നമുക്ക് നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ AI ഇമേജ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി, എക്സാമ്പിൾ ക്രിയേറ്റ് എ പോസ്റ്റർ വിത്ത് ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റൈൽ, ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഈ ടൂൾസിനൊക്കെ നമ്മൾ പരിചയപ്പെടുക. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഏതാണോ നമുക്ക് ഉതകുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക. AIയുടെ അനന്ത സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ മാസ്റ്ററായിട്ടുള്ള പലരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളെ കോമൺ ആയിട്ടുള്ള ആളുകളെ കൂടി നമുക്ക് അവരെ കൂടി കൈപിടിച്ച് ഉയർത്താൻ സാധിക്കുക. നമ്മുടെ ChatGPTയുടെ ഒരു ഗ്രോത്തിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ, മറ്റ് ആപ്ലിക്കേഷനെ അപേക്ഷിച്ച് ChatGPT 2 മാസം കൊണ്ടാണ് 100 മില്യണിലേക്ക് എത്തിയത്. അതായത് ഫേസ്ബുക്ക് 4.5 വർഷം കൊണ്ടും, ഇൻസ്റ്റഗ്രാം 2.5 വർഷം കൊണ്ടും, ടിക്ടോക്ക് 9 മാസം കൊണ്ടൊക്കെ ഗ്രോ ചെയ്ത സ്ഥലത്ത്, 100 മില്യണിലേക്ക് ഗ്രോ ചെയ്ത സ്ഥലത്ത് വെറും 2 മാസം കൊണ്ട് ChatGPT 100 മില്യണിലേക്ക് എത്തിയെന്നാണ്. അതായത് അത്രയും ഫാസ്റ്റ് ഗ്രോത്ത് ആണ്. ആളുകൾക്ക് അത്രയും യൂസർ ഫ്രണ്ട്ലി ആയി മാറുന്നതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കുകയാണ്. AI ടൂൾസ് എങ്ങനെയൊക്കെ സ്റ്റുഡൻസിന് ഉപയോഗിക്കാം? അവർക്ക് ഹോംവർക്ക് ഹെൽപ്പ്, സയൻസ് എക്സ്പ്ലനേഷന് വേണ്ടി ഉപയോഗിക്കാം, പ്രൊജക്റ്റ് വർക്കിന് വേണ്ടി ഉപയോഗപ്പെടുത്താം, PPT ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, ലാംഗ്വേജ് ലേണിംഗ്, സ്റ്റഡി ടൈം ടേബിളിന് വേണ്ടി ഉപയോഗിക്കാം. അതേപോലെ ടീച്ചേഴ്സിന് ലെസൺ പ്ലാൻ ചെയ്യാൻ വേണ്ടി, വർക്ക്ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടി. ഇതൊക്കെ ഒരു മേഖല തന്നെയാണ്. ടീച്ചേഴ്സിനെ എങ്ങനെയൊക്കെ നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഈ AI ഒരു മേഖലയായി തന്നെ, ട്രെയിനിങ്ങിന്റെ മേഖലയായിട്ട് തന്നെ അല്ലെങ്കിൽ എടുക്കാവുന്നതാണ്. അതായത് വ്യത്യസ്തങ്ങളായ ടൂൾ എങ്ങനെ പലർക്കും, സ്റ്റുഡൻസിന്, ടീച്ചേഴ്സിന് അല്ലെങ്കിൽ വർക്ക്ഷീറ്റ് തയ്യാറാക്കാൻ, എക്സാം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, അതിന് പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി, ക്ലാസ് റൂം ആക്ടിവിറ്റീസ് തയ്യാറാക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം. ഓഫീസ് വർക്കേഴ്സിന്റെ ഇമെയിൽ, റിപ്പോർട്ട്, മീറ്റിംഗ്, എക്സൽ, ഡാറ്റ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കാം. ബിസിനസ് ഓണേഴ്സിന് എങ്ങനെ ഉപയോഗിക്കാം? മാർക്കറ്റിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ കസ്റ്റമർ കമ്മ്യൂണിക്കേഷന് വേണ്ടി, ഇൻവോയ്സ് തയ്യാറാക്കാൻ വേണ്ടി, ഡിസൈനിങ് പോസ്റ്റേഴ്സിന് വേണ്ടി. അങ്ങനെ ജോബ് സീക്കേഴ്സിനൊക്കെ ഒരുപാട് സാധ്യതകളാണ് ഇതിൽ. ലിങ്ക്ഡിൻ പോലെയുള്ള സൈറ്റുകളിൽ നമ്മുടെ റെസ്യൂം ഏത് തരത്തിലുള്ള അതായിരിക്കണമെന്ന് നമുക്കൊരു റിക്വയർമെന്റ് നമ്മൾ കാണുകയാണെങ്കിൽ ആ റിക്വയർമെന്റ് ഏത് തരത്തിൽ നമുക്ക് അതിന് യോജിക്കുന്ന രീതിയിൽ നമ്മുടെ റെസ്യൂമിനെ, കവർ ലെറ്ററിനെ, നമ്മുടെ സ്കില്ലുകളെ ഒക്കെ മാറ്റി എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ബയോഡാറ്റ തയ്യാറാക്കുമ്പോഴൊക്കെ വളരെ ഉപയോഗപ്രദമാണ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ്. എന്തൊക്കെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ AIയുടെ ആപ്ലിക്കേഷൻ വരുന്നത്? അതായത് ഗൂഗിൾ മാപ്സ് ഒരു AI ആണ്. നമുക്ക് ഫ്രോഡ് ഡിറ്റക്ഷൻ, അതായത് ഇന്ന് നമുക്കറിയാം സൈബർ ക്രിമിനലുകൾ, സൈബർ കുറ്റകൃത്യങ്ങൾ വളരെയേറെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബാങ്കുകളൊക്കെ
ഇന്ന് AI ടൂൾ ഉപയോഗിക്കുകയാണ്, ഇത് ഫ്രോഡാണ്. നമ്മൾ മൊബൈലിൽ തന്നെ പല വിധങ്ങളായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് നമുക്കൊരു ഇമെയിൽ വരുമ്പോൾ തന്നെ നമ്മൾ മൊബൈൽ ഡിറ്റക്ട് ചെയ്യുന്നത് സ്പാം ആണോ അല്ലയോ എന്ന്. അപ്പോൾ ഇതൊക്കെ AI ടൂൾസ് ആണ്. അല്ലാതെ നമ്മളൊരു ആമസോണിലോ മറ്റേതെങ്കിലും സൈറ്റുകളിൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക, നമ്മൾ ജസ്റ്റ് നമുക്ക് താല്പര്യമുള്ള ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത്, ഞാൻ വളരെ വേഗതയിൽ പറയുകയാണ്, പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് പിന്നീട് നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഇൻട്രസ്റ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മുടെ താല്പര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മുടെ ഹാബിറ്റ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മൊബൈലിലേക്ക് ഇങ്ങനെ ന്യൂസുകളും പിന്നെ അതോട് നമ്മൾ സെർച്ച് ചെയ്യുന്ന എന്താണോ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ മൊബൈലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? എല്ലാവരും കുറെ ആൾക്കാർ അവിടെ തന്നെ ഇല്ലേ? എല്ലാവരും പോയാ? ഉണ്ട് സാർ, ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള മറുപടി അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്യുന്ന നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തോ, എന്താണ് ഇവര്, നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ മൊബൈലിലേക്ക് വന്നല്ലോ എന്ന് വിചാരിക്കും. ഇതൊക്കെ AI ആണ്, നമ്മുടെ എന്താണ് പറയേണ്ടത്, മെഷീൻ ലേണിംഗിൽ പെട്ടതാണ്. പല രീതിയിലുള്ള AI ഫീച്ചേഴ്സ് ഉണ്ട്. മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, അങ്ങനെ പല രീതിയിലുള്ള AI ടൂൾസുകളുണ്ട്. കൺവെർസേഷണൽ AI, അതൊക്കെ ഇതിൽ പെട്ടതാണ്. അതേപോലെയുള്ള യൂട്യൂബ് വീഡിയോ റെക്കമെൻഡേഷൻസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഫേസ്ബുക്കിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ പിന്നെ അങ്ങനെയുള്ള വീഡിയോസാണ് നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷനായിട്ടും ഇതൊക്കെ ആയിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് AI ഇൻ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. നമുക്ക് ഡിസീസ് ഡിറ്റക്ഷനിലൊക്കെ, അതായത് ഇപ്പോൾ ഡോക്ടറല്ലല്ലോ ഒരു രോഗം എന്താണെന്ന് തീരുമാനിക്കുന്നത്. ഡോക്ടർ ജസ്റ്റ് പരിശോധിക്കുന്നു. വിവിധങ്ങളായ ടെസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടർ മരുന്ന്, MRI പോലെയുള്ള വിവിധങ്ങളായ ടെസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതിൽ AI ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കുകയാണ് രോഗങ്ങളൊക്കെ, രോഗനിർണയം, രോഗിക്ക് എങ്ങനെ ഏത് ചികിത്സ കൊടുക്കണം, ഏത് മരുന്ന് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, നമ്മളെ തന്നെ മോണിറ്റർ ചെയ്യാം. ഒരു പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ന് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള ടൂളുകൾ അവൈലബിൾ ആണ് അല്ലേ? പല വിധത്തിലുള്ള നമ്മളെ ഹെർട്ട് ബീറ്റ്സ് പോലും മെഷർ ചെയ്യാൻ വേണ്ടി പല വിധത്തിലായ ടൂളുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ AI ഒരു കുതിച്ചുചാട്ടം തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 2-3 റിപ്പോർട്ട് MRI സ്കാനിൻ്റെതും പിന്നെ ബയോപ്സിയുടെ റിസൾട്ടും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മെഡിസിൻ ഒന്ന് ChatGPT-യിലും പിന്നെ ജെമിനിയിലും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതും വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് എന്താണെന്നും ഒക്കെ നമുക്ക് ലഭിക്കും. നമ്മളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡിഫൻസ് മേഖലയിലായിക്കോട്ടെ ഡ്രോണുകളൊക്കെ AI ഉപയോഗിച്ചിട്ടുള്ള പല നമുക്കറിയാവുന്നതാണ്. അതേപോലെ CCTV, പല ഓപ്ഷനിലുള്ള AI-കൾ ഇന്ന് പല രീതിയിൽ നമുക്കറിയാം. നമ്മുടെ വീടുകളിലൊക്കെ CCTV ക്യാമറയൊക്കെ സ്ഥാപിക്കുമ്പോൾ അത് AI ബേസ്ഡ് ആയിട്ടുള്ള ക്യാമറകൾ ഇന്ന് അവൈലബിൾ ആണ്. സൈബർ ഡിഫൻസിൽ നേരത്തെ പറഞ്ഞ പോലെ പല വിധങ്ങളിലായിട്ടുള്ള AI ടൂളുകൾ ലഭ്യമാണ്. അതേപോലെ ഓട്ടോണമസ് വെഹിക്കിൾസ്, ഡ്രൈവർ ഇല്ലാത്ത, ദുബൈയിലൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞില്ല. ടെസ്ല പോലെയുള്ള നിർമ്മാതാക്കൾ ഡ്രൈവർ ഇല്ലാത്ത കാറുകളും ഫ്ലൈയിങ് കാറുകളൊക്കെ വികസിപ്പിക്കുകയാണ്. ഇതൊക്കെ ഡീപ്പ് ലേണിംഗിൽ പെട്ടതാണ്. അതായത് AI മനസ്സിലാക്കുകയാണ് പല അവരുടെ വാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടും അത് തന്നെ സ്വയം മനസ്സിലാക്കുകയാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പല രീതിയിൽ നമുക്ക് അതിന് കണ്ടന്റ് ആയിട്ട് കൊടുക്കണമെന്നില്ല, അത് എക്സ്പീരിയൻസ് നിന്നും ലേൺ ചെയ്യുന്ന രൂപത്തിൽ AI ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവർലെസ് കാർ, ഫ്ലൈയിങ് കാർ, സ്മാർട്ട് ട്രാഫിക് മാനേജ്മെന്റ്, റീറ്റെയിലായിക്കോട്ടെ നമ്മളെ എംപ്ലോയി ഇല്ലാത്ത ഷോപ്പുകൾ, ആമസോൺ ഗോ എംപ്ലോയിലെസ് ഷോപ്പ്, ഓട്ടോമാറ്റിക് ബില്ലിംഗ്, സ്മാർട്ട് ഇൻവെൻട്രി. പിന്നെ ഫ്യൂച്ചർ ഓഫ് AI എന്നുള്ളതിൽ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ, AI അസിസ്റ്റൻസ് ഇൻ ഓൾ ഹോംസ്. നമ്മൾ വീടുകളിലൊക്കെ പല വിധങ്ങളായിട്ടുള്ള AI-കൾ വരാൻ പോകും. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ പലതും AI എഡ്യൂക്കേഷൻ ഫോർ എവറി സ്റ്റുഡൻറ്, വോയിസ് ഓപ്പറേറ്റഡ് ഓഫീസസ്. നമുക്ക് ഇപ്പോൾ കൊറോണയ്ക്കൊക്കെ ശേഷം ഞാൻ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ വോയിസ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള
പല സംവിധാനങ്ങളും ആളില്ലാത്ത എങ്കിൽ പോലും ക്യാമറയിൽ നോക്കി നമുക്ക് കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും. പറഞ്ഞ പോലെ AI-യുടെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ UAE-ൽ AI-ക്ക് വേണ്ടി ഒരു മിനിസ്റ്റർ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് AI ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി. അത് അത്രയും സാധ്യതകളാണ്. അപ്പോൾ അത് ഓരോന്നിലും മനസ്സിലാക്കിക്കൊണ്ട് അതിൽ AI മിനിസ്റ്ററൊക്കെ UAE-ൽ ഉണ്ട്. AI-ൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ന്യൂ ജോബ്സ്, ഓട്ടോമേഷൻ അസിസ്റ്റൻസ്, സ്റ്റാർട്ടപ്പ് ഓപ്പർച്യൂണിറ്റീസ്, റിമോട്ട് വർക്ക് ബൂസ്റ്റ്. പല AI വന്നതോടുകൂടി പലർക്കും പല ജോലി നഷ്ടപ്പെടും. അതേപോലെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. പിന്നെ AI-യുടെ റിസ്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ഇൻഫർമേഷൻ. നമുക്ക് പലപ്പോഴും ഇൻഫർമേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായി വിലയിരുത്താൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെടാം. അതായത് എന്താണ്, ഇപ്പോൾ നമുക്ക് അറിയാമല്ലേ പല കേസുകളും സൈബർ ഇടങ്ങളിലൊക്കെ നമുക്ക് വീഡിയോ കോളായിട്ടും നമ്മുടെ സ്വന്തം ശബ്ദത്തിൽ മറ്റുള്ളവരെ വിളിക്കുന്നു, അതായത് അല്ലെങ്കിൽ ഒരു വീഡിയോ തയ്യാറാക്കുന്നു. നമുക്ക് പലതും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് AI ആണോ അല്ലയോ, ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന്, അല്ലേ? ആ രീതിയിൽ AI മിസ്യൂസ് ചെയ്യപ്പെടും. പലർക്കും ജോലി നഷ്ടപ്പെടും. പ്രൈവസി കൺസേൺസ് പലപ്പോഴും അതിലുണ്ടാകും. ഡീപ് ഫേക്സ്, നേരത്തെ പറഞ്ഞ പോലെ ഡീപ് ഫേക്സ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഉണ്ടാക്കുകയും അത് പലപ്പോഴും പല കുറ്റകൃത്യങ്ങൾക്കും ഉപയോഗിക്കപ്പെട്ടേക്കാം. നമുക്ക് എങ്ങനെ ഒരു റെസ്പോൺസിബിൾ AI യൂസർ ആവാം? നമ്മൾ വെരിഫൈ ഇൻഫർമേഷൻ എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും നമുക്ക് സീറോ ട്രസ്റ്റ് എന്ന് പറയും. നമ്മൾ ആരെയും അന്ധമായി വിശ്വസിക്കാതെ നമ്മൾ എപ്പോഴും വെരിഫൈ ചെയ്യുക കൃത്യമായി. മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷനൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ പ്രിവെന്റ് മിസ്യൂസ് നമ്മൾ തടയുക. എത്തിക്കലി AI യൂസ് ചെയ്യുക, എത്തിക്സ് എപ്പോഴും പാലിക്കുക. ഡബിൾ ചെക്ക് റിസൾട്ട്. നമുക്ക് കിട്ടുന്ന, നമുക്കിതിൽ നല്ല പലവിധങ്ങളായ ടൂളൊന്നും ഇൻഫർമേഷൻസ് കിട്ടുമെങ്കിലും നമ്മളത് വെരിഫൈ ചെയ്യേണ്ടത് നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് ചിലപ്പോൾ കൃത്യമായി കൊള്ളണമെന്നില്ല പല ഡേറ്റയും. AI എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഞാനിവിടെ പറഞ്ഞത്. ലാസ്റ്റിലേക്ക് കുറച്ച് സ്പീഡായി പോയി, എന്നാലും ഒരുപാട് സമയമെടുത്തു. ഇനി ആർക്കെങ്കിലും ഇതിൽ ഒരുപാട് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, പല ടൂളുകളിലും മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമുക്കുണ്ടാവും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്കുകളാണ് നമ്മുടെയൊക്കെ ഒരു വളർച്ചയും സന്തോഷവും ഒക്കെ. അപ്പോൾ ഇത്ര നേരവും എന്നെ കേട്ട, ഒരുപാട് ദീർഘിച്ചു പോയെങ്കിലും എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് കാര്യങ്ങൾ വളരെ വേഗതയിൽ പറഞ്ഞു. ഒരുപാട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും നമ്മൾ മറ്റുള്ളവർക്ക് കൂടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് മാം. കേൾക്കുന്നുണ്ടോ? ചന്ദ്ര സർ, വെരി വണ്ടർഫുൾ സെഷൻ, മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. ഞാൻ ഇപ്പോ AI റിലേറ്റഡ് എന്ത് എനി ടോക്സോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് സെഷൻസ് ഉണ്ടെങ്കിലും ഓഫ്ലൈൻ സെഷൻസ് ഓൺലൈൻ ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബിക്കോസ് ഫ്യൂച്ചർ ഇതാണല്ലോ സർ. അപ്പൊ നമ്മൾ എക്യുപ്ഡ് അല്ലെങ്കിൽ വിൽ ബി ലെഫ്റ്റ് ബാക്ക്വേർഡ്. സോ എനിവേ ഇറ്റ് വാസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഇത് കുറെ നോളേജ് കിട്ടി. Still I'm expecting a lot from Wimble Academy, like persons like you and some of our members who are here who are very knowledgeable persons. എന്നെ പോലെ കുറെ ആൾക്കാരുണ്ടാവും, ഇതിലിരുന്ന് ഗുണം കിട്ടും എന്നുള്ളത് വിശ്വാസമുണ്ട്. പക്ഷെ എനിക്കൊരു പുതിയ ഒരു ഇൻഫോർമേഷൻ വേണേൽ ഞാൻ പല ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതും വേണ്ട എന്ന് അറിയുമ്പോൾ ഇപ്പൊ നമ്മള് ഒരു somewhere our intelligence ഇല്ലാതാവാനുള്ളത്, and I don't know what will be our life actually. പിന്നെ ഇത്
ഞാൻ മനസ്സിലാക്കിയത് ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ലീഗൽ ഫീൽഡിൽ ഇത് ഒരു ഡിഫിക്കൽട്ടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ജഡ്ജ്മെന്റ്സ് ജഡ്ജ്മെന്റ്സിന് വരുമ്പോ ഒരു എമോഷണൽ കണക്ഷനും വേണം. അത് ഇല്ല എന്നുള്ളത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഞാൻ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ സെഷൻ. ഇറ്റ്സ് എ വാസ്റ്റ് ടോപ്പിക്. എനിക്കറിയാം സർ സ്പീഡ് അല്ല, ലിമിറ്റേഷൻ ഓഫ് ടൈം കാരണമാണ് സാർക്ക് ഇത് യു ഹാഡ് ടു റൺ. താങ്ക് യു വെരി മച്ച് സർ. എക്സ്പെക്ടിങ് മോർ ഫ്രം യു പീപ്പിൾ. താങ്ക് യു സോ മച്ച്. ഇത് വളരെ മാം പറഞ്ഞതുപോലെ ഇത് വളരെ വലിയ ടോപ്പിക്കാണ്. നമ്മൾ വളരെ വേഗതയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇത് നമുക്ക് താല്പര്യം പോലെ ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാവുന്നതാണ് ഓരോന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ പ്രോംപ്റ്റിങ്ങിൻ്റെ പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ടെങ്കിലും ആ പ്രോംപ്റ്റിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ ഈ AI ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ കൃത്യമായിട്ട് അതിനെ ചോദിക്കുകയാണെങ്കിൽ അത് തന്നെ നമുക്ക് പറഞ്ഞു തരും. അപ്പം അതുകൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് സർ. നല്ല സെഷനായിരുന്നു. കുറെ AI ടൂളൊക്കെ പരിചയപ്പെടുത്തി. പലതും കേട്ടിട്ടുള്ള തന്നെയാണ്, ചിലതൊക്കെ പുതിയതുമാണ്. സാറ് പറഞ്ഞ പോലെ AI എന്ന് പറയുന്നത് വലിയൊരു ഏരിയയാണ്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി വരാൻ പോകുന്നതും ഇതിലും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള AI ആപ്ലിക്കേഷൻസ് ആണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗ്രോസറി ഓർഡർ ചെയ്യുന്ന ഫ്രിഡ്ജുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഗ്രോസറി പച്ചക്കറികളൊക്കെ തീരുന്നതിനനുസരിച്ച് അതന്നെ തനിയെ ഓർഡർ പ്ലേസ് ചെയ്യും. ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ഹോം AI, അതായത് മഴ പെയ്യുന്നതിനനുസരിച്ച് AC തനിയെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യും, വിൻഡോ എല്ലാം ക്ലോസ് ചെയ്യും, ലൈറ്റ് എല്ലാം ഡിം ചെയ്യും, ഡോറുകളെല്ലാം അടക്കും. അങ്ങനെ അതുപോലെ വേറൊരു ഫ്യൂച്ചറിസ്റ്റിക് AI ഞാൻ കേട്ടിട്ടുള്ളത്, നമ്മൾ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഓവൻ അതിനകത്തിരിക്കുന്ന ഫുഡ് തനിയെ കുക്ക് ചെയ്യുന്ന, മീൻസ് ഹീറ്റ് ചെയ്യും, ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്പെക്റ്റിംഗ് അസ്. അങ്ങനെ കുറേ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള AI ഒക്കെ വരാൻ പോകുന്നു എന്ന് പറയുന്നു. ചന്ദ്രാമയം നേരത്തെ പറഞ്ഞതൊരു കാര്യമാണ്. എന്താ പറയുക, പ്രൈവസി കൺസേൺ ഉണ്ട്. ബിക്കോസ് AI എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഡാറ്റയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോംപ്റ്റുകൾ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ പ്രൈവസി നമ്മൾ തന്നെ കയ്യിൽ വെക്കണം. ഒരു പരിധിക്കപ്പുറം AI സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടാൽ മതി, അതിനെ മറ്റൊരു മനുഷ്യനായിട്ട് കാണാൻ പാടില്ല. ഒരു കാര്യം കൂടി പറയാം, ഇനി വരാൻ പോകുന്ന ഒരു AI എന്ന് പറയുന്നത് 2 AI ആപ്ലിക്കേഷൻസ് തമ്മിൽ സംസാരിക്കാവുന്ന ഒരു ലെവലിലേക്ക്, അതായത് മനുഷ്യൻ്റെ ആവശ്യമില്ല എന്നുള്ള. ഇപ്പം നമ്മളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ IRCTC നമ്മളൊരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, എന്തോ കാരണവശാൽ അത് പേയ്മെൻറ്റ് സക്സസ് ആയില്ല. അപ്പം IRCTC തന്നെ ബാങ്കിൽ വിളിച്ച് പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ ആവശ്യമില്ല, അങ്ങനെയൊക്കെ വരുമെന്ന് പറയപ്പെടുന്നു. എന്തായാലും നല്ലൊരു ടോപ്പിക്കായിരുന്നു. കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സാർ ഇവിടെ ഷെയർ ചെയ്തു. താങ്ക് യു. അബ്ദുൾ സർ, താങ്ക് യു. പറയൂ മാം. എന്തറിയോ, ഈ മാതിരി ഇപ്പോ ക്രൈംസ് ഇത് യൂസ് ചെയ്തിട്ട് ക്രൈംസ് ഒരുപാട് കൂടാൻ പോവാണ്. ബട്ട് പ്രോബ്ലം എന്താ പറഞ്ഞാൽ ലോ ഇല്ല. there is no law for this at this point of time. So ഇപ്പോ സർ പറയണ മാതിരി നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ബിക്കോസ് നമുക്ക് ജസ്റ്റിസ് സീക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ല ഇപ്പോ. ലോസ് വരണം. ബിക്കോസ് IT ആക്ട് വെച്ചിട്ട് നമുക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഡെഫിനേഷൻസും ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ സൊസൈറ്റിയിൽ ഒരുപാട് ക്രൈംസ്. ലെറ്റ്സ് ഓൾ ബി വെരി കെയർഫുൾ ആൻഡ് നോട്ട് ബിക്കം വിക്ടിംസ്. കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞത് വളരെ ശരിയാണ്. ലോ ഒക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. അത് കാരണമാണ് UAE ഇപ്പോഴും UAE റോഡുകളിലൊക്കെ നമ്മൾ ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങളൊക്കെ ഇനിയും അനുവദിക്കാത്തതിൻ്റെ കാരണങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇതിന് കൃത്യമായ ലോ ഇല്ലാത്തുള്ളതാണ്. ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരാണ് ഉത്തരവാദി? അപ്പോൾ ആ ലോ ഒക്കെ പലതിലും ഇപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് UAE
ആ മേഖലയിലൊക്കെ ഒരുപാട് റിസർച്ചസും പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു മാം. അതെ മാം, പ്രത്യേകിച്ച് നമ്മുടെ പ്രൈവസി നമ്മൾ തന്നെ നോക്കണം. അപ്പം ഈ ഉപയോഗം റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മാം നേരത്തെ പറഞ്ഞ ഇന്റലിജൻസ് മുഴുവനായിട്ടും AI കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റലിജൻസ് വർക്ക് ചെയ്യാതാവും. അപ്പം എല്ലായ്പ്പോഴും നമ്മളെ സഹായിക്കാൻ വേണ്ടി മാത്രം ഫൈനൽ ഡിസിഷൻ നമ്മുടേതായിരിക്കണം എന്ത് കാര്യത്തിലും. Yeah, true, sir. താങ്ക് യു റോബ് സർ. താങ്ക് യു. വളരെ ശരിയാണ്. പ്രൈവസി മാറ്റർ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതാണ് എല്ലാം. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കുക. താങ്ക്സ് അഗെയിൻ ഫൈസൽ സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, Thank you, Faisal sir. താങ്ക് യു സോ മച്ച്. Thank you, sir. താങ്ക് യു സർ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാർ. ഈ അടുത്തൊരു വാർത്ത ശ്രദ്ധിച്ചായിരുന്നു. അതൊരു 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ അത് ഒരു വൈറ്റ് ഹോൾ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടുപിടുത്തം നടത്തിയത്. അതായത് നമ്മൾ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ബ്ലാക്ക് ഹോൾ പോലെ ഈ കുട്ടി ഒരു വൈറ്റ് ഹോൾ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കണ്ടുപിടിച്ചു. അതായത് ആ കുട്ടിക്ക് സ്കൂളിൽ പോകുന്നതിനോട് അത്ര താല്പര്യമില്ല. കേൾക്കുന്നുണ്ടോ സാറേ? അതെ, കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ ആ കുട്ടി സ്കൂളിൽ പോകാൻ അത്ര ഇഷ്ടമല്ല. സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂളില് പല പല ടോപ്പിക്സും പല പല ലാംഗ്വേജസ് ഒക്കെ അല്ലേ പഠിക്കുന്നത്. അതിനോട് താല്പര്യമില്ല. അതവിടെ സാറ്റിസ്ഫൈഡ് അല്ല. മലയാളിയാണ് കേട്ടോ. ഏത് സ്ഥലം, മലപ്പുറമാണോ കോഴിക്കോടാണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പൊ അവൻ വീട്ടിൽ ഇരുന്ന് തന്നെ അതുപോലെ മറ്റേ അങ്ങനെയുള്ളതിനോടൊക്കെയാണ് ഇങ്ങനെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് പഠിച്ചിട്ട് നമ്മുടെ നല്ല ഹവാർഡ് പോലെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ പേപ്പർ സബ്മിറ്റ് ചെയ്ത് അങ്ങനെ അവന് ഒരു 10 lakh rupees ഇതൊക്കെ കിട്ടി, സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി. അപ്പൊ ഈ ആളുകൾ അവനെ ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് നോബൽ പ്രൈസ് ഒക്കെ കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട്. 8th പഠിക്കുന്നത്. അപ്പൊ ഇതിന് വളരെ വലിയ ചാൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കെന്നല്ല, എല്ലാ ഫീൽഡിലുള്ളവർക്കും എന്നുള്ളതിനൊരു എക്സാമ്പിൾ ആണ് അത്. ഹെബൽ എന്നാണ് ആ കുട്ടിയുടെ. ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ. നമ്മളത് വായിച്ചപ്പോ തോന്നിയില്ലേ മാം? ശരിക്കും അല്ലെ, എന്തൊരു ഇതായിട്ട് ആ കുട്ടി ആ എല്ലാ കാര്യവും. അതെ ഡിഫറെന്റ് വേൾഡ് ആണ് മാം. അതെ. അതെ, നമ്മളത് എങ്ങനെ, അതാണ് ഡേഞ്ചറസിനെയാണ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ഇപ്പൊ പറയുന്നതിലൊക്കെ. ആസ് ഫാർ ആസ് ഇറ്റ് ഈസ് ഗുഡ് ആൻഡ് പോസിറ്റീവ്, ഇറ്റ്സ് ഓക്കെ. ബട്ട് വിക്ടിം ആവുമ്പോഴും വാട്ട് ടു സേ, നമുക്ക് ദ പേഴ്സൺ ഹു ബിക്കംസ് വിക്ടിം അതിന് ഒരു സൊല്യൂഷൻ ഇല്ല. ബിക്കോസ് ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഇതൊക്കെ റീസൺസ് ആണ് നമുക്ക് കാണുന്നത് സൊസൈറ്റിയില്. ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ഈ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, അപ്പൊ ആൾക്കാരായിട്ട് ഇടപഴകുന്നില്ല. സോ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. വെരി നൈസ് ഇൻഫോർമേഷൻ മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു ബോബി മാം. നമ്മള് ഇതിന്റെ സാധ്യതകൾ നല്ലത് മനസ്സിലാക്കി ഉപയോഗിക്കുക. കുട്ടികളെ ആണേലും നമ്മളെ ആണേലും നമ്മൾ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുക. എല്ലാത്തിന്റെയും നല്ല വശങ്ങൾ മനസ്സിലാക്കാനും ചീത്തയെ മനസ്സിലാക്കി അതിനെ അവോയ്ഡ് ചെയ്യാനും നമ്മൾ പഠിക്കുക. കുട്ടികളെ പഠിപ്പിക്കുക അല്ലെ. സമൂഹം അങ്ങനെയായി തീരാൻ വേണ്ടി നമ്മുടേതായ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കുക അല്ലെ. നല്ല ടോപ്പിക് ആയിരുന്നു. നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. അതെ, താങ്ക് യു സർ. പിന്നെ സാറിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊള്ളാം കേട്ടോ, അടിപൊളിയാണേ. ആദ്യം ഇട്ടിരുന്നത് കുറച്ചും കൂടെ ഭംഗിയായിരുന്നു. നല്ലത് തന്നെ കേട്ടോ, ഇത് നല്ല തന്നെ. സൂപ്പർ. താങ്ക് യു സർ. ഓക്കെ റാവ് സർ. ഓക്കെ, താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.